ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സുനിൽകുമാർ, ഞാൻ കേട്ടു ഞങ്ങൾ എല്ലാവരും പ്രേക്ഷകരെല്ലാവരും കേട്ടു സുനിലിപ്പോൾ പറഞ്ഞത്. വി സുനിൽകുമാർ, എനിക്ക് 2 ചോദ്യങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. അതിലൊരു ചോദ്യം, PV അൻവർ ഈ ആരോപണം ഉന്നയിച്ചതിനു ശേഷമാണോ താങ്കൾ ഈ റിപ്പോർട്ട് പുറത്തു വരണമെന്നൊരു ആഗ്രഹം പ്രകടിപ്പിക്കാൻ തീരുമാനിച്ചത്? എനിക്കറിയാം ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പരിക്കേറ്റ ഒരു സ്ഥാനാർത്ഥി താങ്കളാണ്. അല്ല, PV അൻവർ പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ സർക്കാർ എന്ന നിലയിൽ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല എന്നുള്ള കാര്യം അതിൻ്റെതായ വേദികളിൽ ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ ഒരു പുതിയ വിവാദത്തിലേക്ക് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്കിടയിൽ പല സംശയങ്ങളും ഉയർന്നു വരാനിടയുണ്ട്. അപ്പോൾ അഭികാമ്യമായ കാര്യം അടിയന്തരമായിട്ട് ആ റിപ്പോർട്ട് പുറത്തുവിടുക എന്നുള്ളത് തന്നെയാണ്. പുറത്തു വന്നതിന് ശേഷം ബാക്കി അഭിപ്രായം. ഓക്കെ, BJP നേതാക്കളുമായി സംസാരിച്ചിരുന്നു. അപ്പൊ ഇന്നലെ 7 മണിക്ക് എന്റെ ചർച്ചയിൽ ഉണ്ടായിരുന്നത് അന്ന് ഈ പൂരത്തിന്റെ വേദിയിൽ ഉണ്ടായിരുന്ന ഗോപാലകൃഷ്ണൻ അടക്കമുള്ളവരാണ്. ഗോപാലകൃഷ്ണൻ ഇന്നലെ വളരെ നേരിട്ടിങ്ങനെയാണ് പറഞ്ഞത്. അതിൽ രാഷ്ട്രീയമൊന്നുമില്ല, അതിൽ ഈ അങ്കിത് അശോകന്റെ ഒരു എടുത്തുചാട്ടമാണ് അതിന് പിന്നിലുണ്ടായത്. സുരേഷ് ഗോപി ഉറങ്ങിക്കിടന്നപ്പോൾ താൻ പോയി വിളിച്ചുകൊണ്ട് വരികയായിരുന്നു. മറ്റുള്ളവർ ആ രാഷ്ട്രീയ നേട്ടം എടുക്കരുതെന്ന് കരുതി തന്നെയാണ് വിളിച്ചുകൊണ്ട് വന്നത്. അക്കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അതിനുമപ്പുറം മറ്റെന്തെങ്കിലും ഗൂഢാലോചന BJP ഈ വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്ത് കാണുന്നില്ല. ഇത് ദുരൂഹമാണോ? അല്ല, BJP അങ്ങനെ പോലീസിന്റെ സാധാരണ നിലയ്ക്ക് ആദ്യം ഒരു ഗൂഢാലോചന സിദ്ധാന്തം അവതരിപ്പിക്കേണ്ടത് BJP ആയിരുന്നല്ലോ. അവരെന്താ അവതരിപ്പിക്കാത്തത്? എന്താ അന്ന് 2:45 സമയത്ത് പൂരത്തിന്റെ ഒരു ചടങ്ങിലും പങ്കെടുക്കാത്ത BJP സ്ഥാനാർത്ഥി സേവാഭാരതിയുടെ ആംബുലൻസിൽ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. RSSന്റെ സംസ്ഥാന നേതാക്കന്മാരടക്കമുള്ള ആൾക്കാർ അവിടെ രംഗത്ത് വരുന്നു. ഇത് രാവിലെ അല്ലെങ്കിൽ 10 മണിക്കോ ഉച്ചയ്ക്ക് 2 മണിക്കോ അല്ല, രാത്രി പുലർച്ചെ 2:45 മണി നേരത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുവരെ ഉച്ചയ്ക്ക് നടന്ന പൂരമാണെങ്കിലും വൈകുന്നേരം നടന്നിട്ടുള്ള തെക്കോട്ടിറക്കമാണെങ്കിലും ഒരു തടസ്സവും കൂടാതെ വളരെ ഭംഗിയായി നിർവഹിക്കപ്പെടുകയും സർക്കാരിൻ്റെ സംവിധാനങ്ങളിൽ പരിപൂർണ സംതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തതിനു ശേഷം രാത്രി നാടകീയമായി ഇങ്ങനെ സംഭവം ഉണ്ടാവുന്നതിൻ്റെ പിന്നിൽ ഏതെങ്കിലും ഗൂഢാലോചന ഇല്ല എന്ന് ഡോക്ടർ അരുൺ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ മാധ്യമപ്രവർത്തനം എന്ന നിലയിൽ പോലീസ് റിപ്പോർട്ട് വരട്ടെ, അതിലായിരിക്കുമല്ലോ വിശദമായ കാര്യങ്ങൾ ഉണ്ടാവുക. പക്ഷേ ഞാൻ കേട്ടതനുസരിച്ച് ഈ പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ വളരെ ഇമ്മെച്യൂറായി പെരുമാറി എന്നതാണ് ചില പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതിനു പിന്നിൽ അതുവരെ അവിടെ ഉണ്ടായിരുന്ന MR അജിത് കുമാർ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. പകൽ സമയത്തൊക്കെ MR അജിത് കുമാർ അടക്കമുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ രാത്രിയിൽ ഈ സംഭവം നടക്കുന്ന സമയത്ത് അവരുടെ അസാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടു എന്ന് ചിലർ പറയുന്നുണ്ട്. അത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു സുനിൽകുമാർ? ഇല്ല, ഞാൻ സത്യം പറഞ്ഞാൽ MR അജിത് കുമാർ സ്ഥലത്തുണ്ടായിരുന്നു എന്നുള്ള കാര്യം തന്നെ ഞാൻ പിന്നീടാണ് അറിയുന്നത്. ഞാനപ്പോൾ ഈ ഇത് സംബന്ധിച്ച് പ്രതികരണം നടത്തുമ്പോൾ പോലും എനിക്ക് അതിനെപ്പറ്റി അറിയണ്ടായിരുന്നില്ല. ഇപ്പോൾ പുതിയ വിവരങ്ങൾ വന്നപ്പോഴാണ് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നുള്ള വിവരമൊക്കെ എനിക്ക് കിട്ടുന്നത്. അതുകൊണ്ട് എനിക്ക് ഇതിനെ സംബന്ധിച്ച് ADGPയുടെ ഇടപെടലിനെ സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങളില്ലാതെ ഞാനൊരു കാര്യം അതിനെപ്പറ്റി പ്രതികരിക്കുന്നത് തെറ്റായ കാര്യമായിരിക്കും. അപ്പം അതുകൊണ്ട് അങ്ങനെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും ഒരു കാര്യം, അങ്കിത് അശോക് അന്നത്തെ കമ്മീഷനെ പറ്റി പിന്നെ ഗോപാലകൃഷ്ണൻ എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞ കാര്യം എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഏതായാലും ശരി, അന്നത്തെ സമയത്ത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള വീഴ്ച ചർച്ച ചെയ്യപ്പെട്ടതാണ്. അത് സത്യമായ കാര്യമാണ്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് എല്ലാ പോലീസും അല്ല, തൃശ്ശൂരിൽ സാധാരണ തൃശ്ശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം വളരെ പക്വതയോടുകൂടി പെരുമാറാറുള്ള ഒരു അനുഭവമാണ് എനിക്കൊക്കെ ഉണ്ടായിരുന്നത്. മാത്രമല്ല, ഞാൻ നേരത്തെ എന്നോട് പത്രക്കാർ വന്നപ്പോൾ ഞാൻ പ്രതികരിച്ച ഒരു കാര്യം അരുൺ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. തൃശ്ശൂർ പൂരത്തിന്റെ സംഘാടകരായിരിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? പൂരം ഏത് വിധേനയും നടത്തുക എന്നുള്ളതാണ്. അതെ. പക്ഷെ ആ പാതിരാ സമയത്ത് ആരാണ് തൃശ്ശൂർ പൂരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ദേവസ്വത്തിന്റെ പൂരം നടക്കുമ്പോൾ അതിന്റെ ലൈറ്റ് ഓഫ് ചെയ്യുന്ന ആരാണ് മേളം നിർത്തിവെക്കാൻ പറഞ്ഞ ആരാണ് വെടിക്കെട്ട് നടത്തില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇത്രയും വലിയ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു ഇവന്റ് ഒരു 2-3 വ്യക്തികൾ ചേർന്ന് അങ്ങനെ പറഞ്ഞാൽ നിർത്തിവെക്കാനുള്ളതായിരുന്നോ? അതൊക്കെ അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. തൃശൂർ ജില്ലയിലെ കമ്മീഷണറായ ഒരു ജൂനിയർ കൂടിയായി അങ്കിത് അശോകൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല എന്നതാണ് താങ്കൾ സംശയിക്കുന്നത്? അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അരുണേ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതിന്റെ സത്യസ്ഥിതി പുറത്തു വരുമ്പോൾ ഞാൻ അത് വ്യക്തമായിട്ട് മറുപടി പറയാം. അല്ല, താങ്കൾക്ക് ഈ ADGP നേരത്തെ അറിയാമല്ലോ. ഞാൻ മനസ്സിലാക്കാൻ താങ്കൾ മന്ത്രിയായിരിക്കുന്ന സമയത്ത് തൃശ്ശൂർ അദ്ദേഹത്തിന് ചുമതലയുണ്ട് എന്നാണ് MR അജിത് കുമാറിന്. ഈ MR അജിത് കുമാറിന് അത്തരത്തിലുള്ള RSS ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള ഒരു ആരോപണം PV